പുരോഗമന കേരളത്തിന് അപമാനമുണ്ടാക്കുന്ന വാർത്തയാണ് ഇന്നലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് വന്നത്. കഴകം പ്രവർത്തിക്ക് നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം ആര്യനാട് സ്വദേശി VA ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തി എന്നാണ് പരാതി. സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. വിഷയത്തിൽ തന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൂടുതൽ പേർ രംഗത്തെത്തി. ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. നിയമനത്തോട് സഹകരിച്ചില്ലെങ്കിൽ തന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കാനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. നവോത്ഥാന മൂല്യങ്ങൾക്ക് പേരുകേട്ട കേരളത്തിലാണ് ജാതി വിവേചനം നേരിട്ടതായി ആരോപണം ഉയർന്നത്. വിഷയത്തിൽ രണ്ട് ചേരിയായി തിരിഞ്ഞ് തർക്കം മുറുകുകയാണ്. എന്നാൽ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഒരു വ്യക്തത കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ പരീക്ഷ പാസായി ഫെബ്രുവരി 24-നാണ് തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലു ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ വാര്യർ സമാജവും തന്ത്രി സമാജവും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. തർക്കം മുറുകിയതോടെ ഇയാളെ കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റി. ഓഫീസിന്റെ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് ജോലി മാറ്റമെന്ന് ആദ്യഘട്ടത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് വിശദീകരിച്ചു. എന്നാൽ പ്രതിഷ്ഠാദിനം, ഉത്സവം എന്നിവ നടക്കുന്നതിനാൽ തന്ത്രിമാരുടെ പ്രതിഷേധം പൂജയെയും മറ്റും ബാധിക്കും എന്നതുകൊണ്ടാണ് ബാലുവിനെ അവിടെ നിന്നും മാറ്റിയതെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സംഗതി എന്തായാലും വിഷയം നീറിപ്പുകയുകയാണ്. പ്രശ്നത്തിൽ തന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ വഷളായിട്ടുണ്ട്. സർവാധികാരികളെന്ന അഹങ്കാരം തന്ത്രിമാർക്ക് പാടില്ലെന്നും സർക്കാർ നിലയ്ക്ക് നിർത്തണമെന്നും വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. മതദ്വേഷമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായ നടപടി ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റിനിർത്തൽ തെറ്റെന്ന് മുൻ ദേവസ്വം മന്ത്രിയും MP-യുമായ K. രാധാകൃഷ്ണനും പ്രതികരിച്ചു. അപ്പോൾ നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ കഴകം നിയമനം നടത്തിയത്. സ്പെഷ്യൽ റൂൾ ഉള്ള സമയത്ത് അന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തന്ത്രിമാർക്കോ മറ്റാർക്കോ അധികാരമില്ലാത്തതാണ്. നിലവിലുള്ള റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് 10 മാസക്കാലം ഈ കഴകമാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. കഴകം ജോലിയിൽ നിയമിതനായ VA ബാലുവിനോട് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിശദീകരണം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തന്ത്രിമാർക്ക് എതിരെ നടപടിയെടുക്കുമെന്ന് ദേവസ്വം ചെയർമാൻ CK ഗോപിയും വ്യക്തമാക്കി. ജാതിപരമായിട്ട് ആക്ഷേപിച്ചെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പരാതി രേഖാമൂലം ലഭിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള നിയമപരമായ നടപടികൾ തന്ത്രിമാരാണെങ്കിൽ തന്ത്രിമാർ, അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരാണെങ്കിൽ അവരുടെ പേരിൽ എത്രയും പെട്ടെന്ന് അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കും ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി. ഇതിനിടെ ജാതി വിവേചന വിവാദത്തിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ അംഗം V. ഗീത നിർദ്ദേശം നൽകി. ഇതിനിടെ ഉണ്ടായത് ജാതി വിവേചനമല്ലെന്നും നിയമനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ കേസടക്കം നിലനിൽക്കുന്നുണ്ടെന്നും തന്ത്രിമാരെ അനുകൂലിക്കുന്നവരും വ്യക്തമാക്കുന്നു. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, വർഗം വർണ്ണം അരുതിവിടെ എന്ന് പാടിപ്പതിഞ്ഞ മണ്ണാണ് കേരളം. അങ്ങനെയൊരിടത്ത് ഇക്കാലത്തും ജാതി വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ അത് ചെറുക്കപ്പെടേണ്ടതാണ്. അന്വേഷണത്തിലൂടെ നെല്ലും പതിരും തിരിയട്ടെ എന്ന് പ്രത്യാശിക്കാം. S. ശ്രീകാന്ത്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.